ആദ്യം നമുക്ക് വിവരാവകാശ രേഖകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫാം വർക്കേഴ്സ് യൂണിയൻ CITU, ലേബർ അസോസിയേഷൻ AITUC, വർക്കേഴ്സ് ഫെഡറേഷൻ INTUC തുടങ്ങിയ തൊഴിലാളി വിഭാഗം സംഘടനയ്ക്ക് സർവകലാശാലയോ അങ്ങയുടെ ഓഫീസോ നാളിതുവരെ പ്രവർത്തനാനുമതിയോ അംഗീകാരമോ നൽകിയിട്ടുണ്ടോ എന്നതായിരുന്നു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ നൽകിയ പ്രസ്തുത വിവരാവകാശ അപേക്ഷയുടെ മറുപടി പ്രസ്തുത സംഘടനകൾക്കൊന്നും അംഗീകാരമോ സർവകലാശാലയോ പ്രസ്തുത കേന്ദ്രമോ അംഗീകാരമോ പ്രവർത്തനാനുമതിയോ നൽകിയിട്ടില്ല എന്നാണ്. എല്ലാ സംഘടനകളും വാർഷിക പൊതുയോഗങ്ങൾ നടത്താറുണ്ട്. അതാരും തന്നെ നടു റോഡിൽ വെച്ചല്ല നടത്തുന്നത്, അതാത് സ്ഥാപനങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ആശയപ്രകടനത്തിനും നമ്മുടെ സംസ്കാര സ്വാതന്ത്ര്യവും സമാധാനപരമായി സമ്മേളിക്കുവാനും സംഘടനകളൊക്കെ ഭാരതത്തിൻ്റെ ഏത് ഭൂപ്രദേശത്ത് വേണമെങ്കിലും രൂപീകരിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. അല്ലാതെ വൈദേശിക ആശയത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ ഔദാര്യമല്ല. ഒരു സ്ഥാപനത്തിനുള്ളിൽ വച്ച് നാം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപന മേധാവിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ഥാപന മേധാവിയുടെ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന് പറയുന്നത് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ആണ്. ഇവിടെ സംഘടന അതിൻ്റെ വാർഷിക പൊതുയോഗം 15/7/2024 നടത്തുന്നതിന് വേണ്ടി അനുമതിക്കായി അപേക്ഷ 3/7/2024 സ്ഥാപന മേധാവിക്ക് നേരിട്ട് നൽകുകയുണ്ടായി. സ്ഥാപന മേധാവി മേലാവശ്യം അംഗീകരിക്കുകയും വാർഷിക പൊതുയോഗം നടത്തുന്നതിന് അനുമതി നൽകുകയും ചെയ്തു. പ്രസ്തുത അപേക്ഷ ഇവിടെ ഒന്നുകൂടെ കാണിക്കുകയാണ്. അതിൽ വളരെ വ്യക്തമായി വാർഷിക പൊതുയോഗം അമ്പലവയൽ യൂണിറ്റിൻ്റെ എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർഷിക പൊതുയോഗം എന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ മേധാവി പെർമിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നതും പ്രസ്തുത കത്ത് ഔദ്യോഗികമായി നമ്പറിട്ട് അടയാളപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യ മുന്നണികളുടെ വിദണ്ഡവാദങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ മുന്നണികളുടെ വിദണ്ഡവാദം ഒന്ന്, അപേക്ഷയിൽ അംഗങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞ് അനുമതി തേടിയില്ലത്രേ. നമുക്ക് ഇന്ത്യ മുന്നണി സഖ്യകക്ഷി അവരുടെ പരിപാടിക്കായി അനുമതി തേടിക്കൊണ്ട് നൽകിയ ഒരു അപേക്ഷ കാണാം. ഇതിലെവിടെയാണ് ഇന്ത്യ മുന്നണി കക്ഷികളെ അംഗങ്ങൾക്ക് എന്ന് എടുത്ത് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അനുമതി ചോദിച്ചിരിക്കുന്നത്? AITUC യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനത്തിന് ഒരു ഹോൾ അനുവദിച്ചു തരണം എന്ന് മാത്രമാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിദണ്ഡവാദങ്ങളൊക്കെ മടക്കി എവിടെയാണോ വെക്കാൻ സ്ഥലമുള്ളത് അവിടെ തന്നെ അങ്ങ് വെച്ചുകൊള്ളുക. പിന്നെ ഞങ്ങൾ എങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല.